മരിയപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് 3-ാം വാർഡിൽ താമസിക്കുന്ന തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലം പതിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. വീടിന്റെ ശോച്യാവസ്ഥ മൂലം അപകട സാധ്യത മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു വീട്ടിലായിരുന്നു 90 വയസ്സുള്ള മാതാവ് ഉൾപ്പെടെ രാജനും കുടുംബാംഗങ്ങളും രാത്രി ഉറങ്ങിയിരുന്നത്. രാജന്റെ കൊച്ചുമകന്റെ ചികിത്സയ്ക്കായി മകനും ഭാര്യയും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു. വീട് നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ആശുപത്രിയിൽ നിന്നും മകൻ തിരികെയെത്തുന്നതോടെ രാജനും മറ്റു കുടുംബാംഗങ്ങൾക്കും താമസിക്കാൻ ഇടമില്ലാതെയായി. 10 സെന്റ് ഭൂമി മാത്രമുള്ള രാജന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിക്കുവാനുള്ള സാഹചര്യമില്ല. മരിയപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സണ്ണി ജോണും പൊതുപ്രവർത്തകരായ തങ്കച്ചൻ അമ്പാട്ടുകുഴി, വിജയൻ കല്ലിങ്കൽ, റോയ് ഇടശ്ശേരിക്കുന്നിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഉപ്പുതോട് വില്ലേജ് ഓഫീസ്, മരിയാപുരം പഞ്ചായത്ത്, കളക്ടറേറ്റ് തുടങ്ങിയിടങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുള്ളതായി വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ പറഞ്ഞു. മഴ ശക്തിയായതോടെ മാറി താമസിച്ചിരുന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഈ വീടിൻ്റെ അകത്ത് വീട്ടുപകരണങ്ങൾ മുഴുവൻ മഴ നനയുന്ന സ്ഥിതിയിലാണ്. സർക്കാരിൻ്റെ അടിയന്തര നടപടിയുണ്ടായി ഇവർക്ക് വീട് വയ്ക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനുമുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്. വീട്ടുപകരണങ്ങൾ മുഴുവൻ നശിച്ചിട്ടുണ്ട്. ഒരു സാധനം എടുക്കാൻ പറ്റുന്ന അവസരമല്ല. ബസ്സുകൾ മാത്രം അവർ എടുത്തുകൊണ്ട് പോയായിരുന്നു. അത്യാവശ്യം ഉപയോഗത്തിന് ആശുപത്രി കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ബാക്കി സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. എല്ലാം ഓടും എല്ലാം മുഴുവൻ നനഞ്ഞ് പോകുന്നൊരവസ്ഥയിലാണ്. വാസയോഗ്യമല്ലാത്ത രീതിയിൽ വീട് പൂർണ്ണമായും നശിച്ച അവസ്ഥയാണ്. സർക്കാരിൽ നിന്നും വേണ്ടത്ര ധനസഹായം ലഭിക്കാതെ അന്തിയുറങ്ങാൻ ഒരു വീട് നിർമ്മിക്കാനാവില്ലെന്ന് രാജൻ പറയുന്നു. കേരള 1 മലയാളം, ഇടുക്കി.